അർജന്റീനയും സ്പെയിനും തമ്മിലുള്ള ഫിഫ ലോകകപ്പ് ഫൈനൽ മത്സരം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപ് ഔദ്യോഗിക ഹെലികോപ്റ്ററായ മറൈൻ വണ്ണിൽ മെറ്റ്ലൈഫ് സ്റ്റേഡിയത്തിൽ നാടകീയമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എത്തിയത് കണ്ടവർക്കും അറിഞ്ഞവർക്കുമെല്ലാം ഒരുപോലെ കൗതുകമായിരുന്നു. ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയ്ക്കൊപ്പമാണ് ട്രംപ് കലാശ പോരാട്ടം കാണാൻ ഗാലറിയിലിരുന്നത്. ഇത്തവണത്തെ ഫുട്ബോൾ ലോകകപ്പ് ടൂർണമെന്റിൽ ആദ്യമായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു മത്സരം നേരിട്ട് കാണാൻ സ്റ്റേഡിയത്തിലെത്തുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, മെക്സിക്കോ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ഈ ലോകകപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വ്യക്തമാക്കുന്നതായിരുന്നു ട്രംപിന്റെ വരവ്. മത്സരം തുടങ്ങുന്നതിന് മുൻപ് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോയ്ക്കൊപ്പം ഫിഫ ലോകകപ്പ് ട്രോഫി കയ്യിലേന്തിയ ട്രംപിന്റെ ദൃശ്യങ്ങൾ ടെലിവിഷൻ ക്യാമറകൾ പകർത്തിയിരുന്നു. ഫൈനൽ മത്സരത്തിന് ശേഷമുള്ള പ്രസന്റേഷൻ ചടങ്ങുകൾ നിയന്ത്രിച്ചതും ഡൊണാൾഡ് ട്രംപാണ്. അമേരിക്കയിലെ ഫുട്ബോൾ വളർച്ചയെക്കുറിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ച ന്യൂയോർക്കിലെ ട്രംപ് ടവറിൽ നടന്ന ഫിഫ സ്വീകരണ ചടങ്ങിലും ട്രംപ് സംസാരിച്ചിരുന്നു. 2026 ഫൈനൽ മത്സരം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത ഒരു ലോകകപ്പ് വേദി കൂടി അമേരിക്കയ്ക്ക് അനുവദിക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ് പരസ്യമായി ഫിഫയോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഫോക്സ് സ്പോർട്സിനോട് സംസാരിച്ചപ്പോൾ ഫിഫ അടുത്ത US വേദിയെക്കുറിച്ച് ഉടൻ പ്രഖ്യാപിക്കണമെന്നും അദ്ദേഹം തമാശ രൂപേണ പറഞ്ഞു. അർജന്റീന സ്പെയിൻ ഫൈനൽ മത്സരത്തിൽ ആര് ജയിക്കുമെന്ന പ്രവചനത്തിന് ട്രംപ് മുതിർന്നില്ലെങ്കിലും അർജന്റീന നായകൻ ലയണൽ മെസ്സിക്കെതിരെ പന്തയം വെക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണെന്ന് അദ്ദേഹം സമ്മതിച്ചു. അതേസമയം ഫിഫ ലോകകപ്പ് 2026 ലയണൽ മെസ്സിയെ മറികടന്ന് സ്പെയിൻ ക്യാപ്റ്റൻ റോഡ്രിയാണ് ഗോൾഡൻ ബോൾ പുരസ്കാരം സ്വന്തമാക്കിയത്. ലാ റോഹയ്ക്കായി ടൂർണമെന്റിലെ 8 മത്സരങ്ങളിലും കളിച്ച ഈ സ്പാനിഷ് മധ്യനിര താരം ടീമിന്റെ തുടർച്ചയായ 7 വിജയങ്ങളിലേക്കും ലോകകപ്പ് കിരീട നേട്ടങ്ങളിലേക്കും നയിക്കുന്നതിന് നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ പൂർണ്ണ സമയമായ 90 മിനിറ്റും കളിച്ച റോഡ്രി എക്സ്ട്രാ ടൈമിലെ ആദ്യ 9 മിനിറ്റും പിന്നിട്ട ശേഷമാണ് ആഴ്സണൽ താരം മാർട്ടിൻ സുബിമെന്റിക്ക് വഴിമാറി കളം വിട്ടത്. ടൂർണമെന്റിലുടനീളം 8 ഗോളുകളുമായി മറ്റൊരു മികച്ച പ്രകടനം പുറത്തെടുത്ത അർജന്റീന ക്യാപ്റ്റൻ ലയണൽ മെസ്സി വോട്ടെടുപ്പിൽ രണ്ടാമതെത്തി സിൽവർ ബോൾ പുരസ്കാരം നേടി. ഫ്രാൻസ് ക്യാപ്റ്റൻ കിലിയൻ എംബാപ്പെ ബ്രോൺസ് ബോൾ സ്വന്തമാക്കി.